തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. നാട്ടിൽ നല്ലൊരു കളിക്കളം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഗ്രൗണ്ടിൽ സിക്സറുകളുടെ പെരുമഴ പെയ്യിക്കുന്ന താരമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ക്രീസിൽ ഇറങ്ങുന്നത്. നാട്ടിലും നഗരപ്രദേശങ്ങളിലും എല്ലായിടത്തും ചർച്ച തിരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഓളങ്ങൾ എല്ലായിടത്തും ഒരുപോലെയുണ്ട്. ഏറിയും കുറഞ്ഞുമൊക്കെ നാട്ടും പ്രദേശങ്ങളിലും നഗരത്തിലുമൊക്കെ അത് വ്യത്യാസമുണ്ടാകും. ഞാനിപ്പോൾ ഉള്ളത് പറണ്ടോട് എന്ന മലയോര മേഖലയിലാണ്. അവിടെ മീനാങ്കലിനടുത്ത്, മീനാങ്കലല്ലേ സ്ഥലമല്ലേ, മീനാങ്കലിനടുത്ത് പറണ്ടോട് എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. അവിടെയും ഒരു ചെറിയ ചായക്കടയിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. അവരുമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലും അതിന്റെ വർത്തമാനങ്ങളിലും ഒക്കെയാണ്. ചേട്ടാ, എന്താ പേരെന്താ ചേട്ടാ? ഇവിടെ എങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നല്ലൊരു ശക്തമായ പോരാട്ടം ഉണ്ട് ഇവിടെ. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ വാർഡിലൊക്കെ? ശക്തമായ പോരാട്ടം എന്ന് വെച്ചാൽ ഇവിടെ മലയോര മേഖലയാണ്. പക്ഷേ ഇവിടെ തൊഴിലുകളും എല്ലാം ഈ മഴയെ ആശ്രയിച്ചും റബ്ബർ ടാപ്പിങ്ങിനെ ആശ്രയിച്ചൊക്കെയാണ് കൂടുതലും ഈ പ്രദേശത്ത് എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും കൂലിവേലക്കാരുമാണ്. പിന്നെ മീനാങ്കൽ സംബന്ധിച്ച് നമ്മുടെ വിതിരയുടെയും ആര്യനാടിന്റെ ഒരു ബോർഡർ വരുന്ന ഭാഗമാണ് മീനാങ്കൽ. സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രചരണം ചൂട് പിടിച്ചിട്ടില്ല എങ്കിലും അതിന്റെ ആ രീതിക്ക് മഴയുണ്ടായിരിക്കും ചൂട് പിടിക്കാതെ. മഴയായതുകൊണ്ടാണ് ചൂട് പിടിക്കാത്തത്. മഴ മാറിയാണ് ചൂട് പിടിച്ച് വരെയാണ്. നല്ല രീതിയിൽ പോവുകയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണിത്. മീനാങ്കൽ മത്സരിക്കുന്ന സുമേഷ് ഇവിടെ ഏത് വാർഡിൽ മത്സരിക്കുന്നത്? ഞാൻ ആര്യനാട് മീനാങ്കൽ 2ാം വാർഡിലാണ് മത്സരിക്കുന്നത്. എന്താണ് മുഴുവൻ പേര്? സുമേഷിന്റെ സുമേഷ് ബി ആണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുകയാണോ? അല്ല, രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല, പാർട്ടിയിലും ഇല്ല. സ്വന്തമായിട്ട് മത്സരിക്കാൻ തോന്നി അങ്ങനെ നിൽക്കുന്നു. എന്താണ് മത്സരിക്കേണ്ട കാരണം? എന്താണ് സുമേഷ് ഇവിടെ മത്സരിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വിഭജനം നടന്നു, പാർട്ടി ഏരിയ വിഭജനം നടന്നു. അപ്പോൾ ഞാൻ ദേവേരുന്നിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രൗണ്ട് നല്ല മെച്ചപ്പെട്ട ഗ്രൗണ്ടില്ല. അപ്പോൾ നേരെ വിഭജനം വന്നപ്പോഴത്തേക്ക് എൻ്റെ വോട്ടർ പട്ടികയല്ല മീനാങ്കലായി. അപ്പോൾ നമ്മൾ മീനാങ്കൽ ഒരു സ്കൂളുണ്ട്. സ്കൂളിന് ചുറ്റിപ്പറ്റി ഒരു ഗ്രൗണ്ടോ ആ നാട്ടു പ്രദേശത്ത് ഒരു ഗ്രൗണ്ടോ ഒന്നുമില്ല. ഇവിടെ അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. അങ്ങനെ ഒരു പാർട്ടിക്കാരും ഇതുവരെ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞ് കുറച്ച് കുട്ടികളുടെ ഭാവി എന്നാ കഴിയുന്ന സഹായം കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും. സ്പോർട്സ് മേഖലയായാലും. എന്ത് ഗ്രൗണ്ടാണ്? ക്രിക്കറ്റ് ഗ്രൗണ്ടാണോ? ക്രിക്കറ്റ് ഗ്രൗണ്ടല്ല, നമുക്ക് ഫുള്ള് ഒരു ഗ്രൗണ്ട്. അതായത് രാവിലെ വലിയ ആൾക്കാർക്ക് നടക്കാനും വൈകുന്നേരം വന്നിരിക്കാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും സ്പോർട്സിൻ്റെ ഏത് മേഖലയായാലും നമുക്ക് അങ്ങനെ ഒരു ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അത് ഉപകാരമാണ്. ഒരു ഗ്രൗണ്ടിന് വേണ്ടിയാണ് സുമേഷ് മത്സരിക്കാൻ വന്നത്. ഇവിടെ ഈ പറണ്ടോട് മീനാങ്കൽ ഭാഗത്ത് നല്ല ഗ്രൗണ്ട് ഇല്ല. ഗ്രൗണ്ട് വേണമെന്ന് ആവശ്യമായിട്ടാണ് മത്സരിക്കാറുള്ളത് അല്ലേ? അതെ അതെ. ഇപ്പം ഞാൻ പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോയിട്ടുണ്ട് കളിക്കാൻ. ഇനി പറയാം. ഇനി ഏതായാലും ഈ സുമേഷ് ബി സുമേഷ് മീനാങ്കൽ മത്സരിക്കുന്ന ബി സുമേഷിന്റെ ഒരു പേരും കൂടി അറിയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് കൊണ്ട് ഗെയിൽ കുട്ടപ്പൻ എന്ന് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ വളരെ പ്രശസ്തമായ രീതിയിൽ കളിച്ചിട്ടുള്ള ഗെയിൽ കുട്ടപ്പനാണ് ഈ സുമേഷ്. ഗെയിൽ കുട്ടപ്പനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ഗ്രൗണ്ടിന് വേണ്ടി ഒരു കളിക്കളത്തിന് വേണ്ടിയൊക്കെ മത്സരിക്കുമ്പോൾ സ്വാഭാവികം എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഗെയിൽ കുട്ടപ്പൻ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഗ്രൗണ്ട് ലക്ഷ്യമിട്ട് മത്സരത്തിനിറങ്ങുന്നത് അല്ലേ? അതെ, നമുക്ക് ആവശ്യം വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്, പിന്നെ കെട്ടിടമുണ്ട്, കക്കൂസുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ആരോഗ്യപരമായിട്ട് മേഖലകളിൽ ഒരു ഗ്രൗണ്ടോ അതിനുള്ള ഒരു ഉപകരണം ഒന്നുമില്ല, ഒരു ജിമ്മ് ഇല്ല. ഇപ്പം നമ്മളെല്ലാം പോയി പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്, ഇപ്പോൾ ടർഫായ പോലും പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് പോയി പൈസ ഒരു മണിക്കൂറിന് 1000-2000 കൊടുത്തേക്കാണ് പ്രാക്ടീസിന് കാര്യങ്ങൾ. ഇപ്പോൾ പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഗ്രൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിമ്മ് ഇപ്പോൾ അറിയില്ല, മൾട്ടിമീഡിയ ജിമ്മൊക്കെ ഓരോ പഞ്ചായത്തിലായി. ഇങ്ങോട്ടൊന്നും ഒരു ഇതുമില്ല. അതായത് കുറച്ചപ്പുറത്ത് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ഏരിയയാണ്. ഈ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നവരാണ്, ഇവരൊക്കെ ഇവിടെ ഉള്ളവരാണ്. ഇവരൊക്കെ എല്ലാം ഇവിടെ ഉള്ളത് മീനാങ്കൽ സ്കൂളിൽ പഠിക്കുന്നതാണ് എല്ലാവരും കുട്ടികൾ. നിങ്ങളൊക്കെ കളിക്കാൻ പോകുന്നത് എവിടെയാണ് പോകുന്നത്? കളിക്കാൻ ഗ്രൗണ്ടൊക്കെ ഉണ്ടോ ഇവിടെ? ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്. സർക്കാരിന്റെ ആണോ? അല്ല, പഞ്ചായത്തിന്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അത് പഞ്ചായത്തിന്റെ അല്ല, നാഷണൽ. ഗെയിൽ കുട്ടപ്പൻ അറിയാം. ഗെയിൽ കുട്ടപ്പൻ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവാണ്. വലിയ ഗ്രൗണ്ടൊക്കെ മത്സരിക്കുന്നത് അതാണോ? കുട്ടപ്പനെ കളിയെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമാണത്. നിങ്ങൾക്ക് ഇവിടെ വലിയ ഗ്രൗണ്ടൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ടാണ് കുട്ടപ്പ ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നതാണ് പറയുന്നത്. നല്ലതാണ്. നിങ്ങളൊക്കെ വീട്ടിൽ വോട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കും? നിങ്ങൾ വോട്ട് വാങ്ങിച്ചു കൊടുക്കുമോ?
ഏതായാലും കുട്ടപ്പൻ അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. ഗെയിൽ കുട്ടപ്പൻ എന്ന പേര് തന്നെ ആ സമയത്തൊക്കെ ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഗെയിൽ കുട്ടപ്പൻ എന്നൊരു പേര്? കാരണം ക്രിസ് ഗെയിൽ ക്രിക്കറ്റിൽ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് സിൽബർട്ട് ലീഗിൽ ഇങ്ങനെ ഒരു ഈ പറണ്ടോടുകാരനായ മീനാങ്കൽകാരനായ ഒരു യുവാവ് കളിക്കാൻ വരുന്നത്. ആരാണ് ഈ ഗെയിൽ കുട്ടപ്പൻ എന്ന പേര് സുമേഷിനുള്ളത്? ഗെയിൽ കുട്ടപ്പൻ എന്ന് പറയുന്നത് പ്രിയദർശൻ സാറാണ്. ഇതുപോലെ CCL എന്ന CCL ഓണർ അന്ന് പ്രിയദർശൻ സാറായിരുന്നു. ഇപ്പോഴത്തേക്ക് എന്റെ ശൈലിയെല്ലാം ഗെയിലിന്റെ രീതിയിലുള്ള ഇതായിരുന്നു. അങ്ങനെ ഒരു മാച്ചിന്റെ ഇടയ്ക്കിലാണ് അനൗൺസ്മെന്റ് ചെയ്തത്. മാച്ചിനിടയ്ക്ക് പേര് അനൗൺസ് ചെയ്യരുത്. പേര് അനൗൺസ്മെന്റ് ചെയ്ത് ഇതുപോലെ ഗെയിലിന്റെ സാമ്യം, കളറ്, ഷോർട്ട് എല്ലാം അങ്ങനെ ആയതുകൊണ്ട് ഗെയിൽ കുട്ടപ്പൻ, ഗെയിലെന്ന് ഇട്ടിട്ട് അതിന്റെ കൂടെ കുട്ടപ്പനും കൂടെ ചേർന്നു. അത് പേര് പിന്നീട് ഔദ്യോഗിക പേരേക്ക് മാറ്റുണ്ടോ? ഇല്ല, ഇപ്പൊ സുമേഷ് തന്നെയാണ്. ഇപ്പൊ പേര് സുമേഷാണ്. എന്നെ അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ഗെയിൽ കുട്ടപ്പനാണ്. എത്ര സീസൺ കളിച്ചു CCL? ഒരു പ്രാവശ്യം കളിച്ചിരുന്നു. പിന്നെ സിനിമയുടെ ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു വന്നു. ഈ കുട്ടപ്പനിൽ നിന്ന് ഇവിടെ ആളുടെ ഓട്ടോ കൊടുക്കുമോ? എന്താണ് ചെയ്യുന്നത്? കൊടുക്കും. കുട്ടപ്പൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ BJP ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടപ്പനിലേക്കൊക്കെ ആൾക്കാർ എത്തുമോ? എത്തും. സംശയമില്ല. ഈ കളിക്കുന്ന ആളുകളെയൊക്കെ ഇഷ്ടമായിരിക്കും. കുട്ടപ്പനെ കളിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കുട്ടപ്പൻ ജയിക്കാൻ സാധ്യതയുണ്ടോ? കുട്ടപ്പന്റെ കളിയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രീതിയാണ്. പിന്നെ കുട്ടപ്പന്റെ ആഗ്രഹങ്ങളെല്ലാം വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് കായിക രംഗത്ത് വളരെയധികം ഒട്ടും ശോഭിക്കാതെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ വരുന്ന കുട്ടികളെ കൈപിടിച്ചുയർത്താനും ഓട്ടത്തിലായാലും ചട്ടത്തിലും ഹൈജമ്പായാലും സ്കൂൾ തലത്തിലായാലും നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഒരു പേരും വളർന്നു വന്നിട്ടില്ല. ഒരുപക്ഷെ ഇത് ക്രിസ് ഗെയിൽ കുട്ടപ്പൻ മാത്രമായിരിക്കാം ഈ ഒരുവിധം പേരെങ്കിലും ഒന്നും കേട്ടിട്ടുള്ളത്. അതുപോലെ ബാക്കിയുള്ളവരും കൂടെ വളർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്കുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ മീനാങ്ക സ്കൂളിനെ സംബന്ധിച്ച് അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല. ഞാനും അവിടെ ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ്. അവിടെ അന്നൊക്കെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലും കളിക്കാൻ ഇല്ലാത്ത ഒരു ഇതാണ് അവിടെ ഉള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ താഴെ ഒരു ലൈബ്രറി ഉണ്ട്, നാഷണൽ ലൈബ്രറി. അവിടെയാണ് ഒരു ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും ഉള്ളത്. പക്ഷെ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികളെ, ഈ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളെ കായികപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള യാതൊരു സമീപനവും നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ നിന്നോ മറ്റുള്ള ഇതിൽ നിന്നോ ഒന്നും. എല്ലാ പഞ്ചായത്തിലും ഓരോ കളിക്കളം എന്നുള്ള സർക്കാർ ലക്ഷ്യം. പക്ഷെ പലയിടത്തും ഇപ്പോൾ കളിക്കളങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഉള്ള കളിക്കളങ്ങൾ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. അവിടെ സ്വാഭാവികമായ ഒരിടത്ത് കുട്ടികൾ കളി തുടങ്ങുമ്പോൾ പിന്നീട് വലിയ കെട്ടിടങ്ങളൊക്കെ വരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള അവസ്ഥയാണ്. ഏതായാലും ഇത്തരത്തിലൊരു ലക്ഷ്യവുമായി ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുന്ന അപൂർവമാകും. തന്റെ നാട്ടിൽ നല്ല കളിക്കളങ്ങൾ വേണം, പുതിയ പുതിയ പ്രതിഭകൾ അവിടെ നിന്ന് ഉയർന്നു വരണം. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും മറ്റു ഗെയിമുകളായും എന്തായാലും അവിടെ നിന്ന് പുതിയ പുതിയ താരങ്ങൾ ഉയർന്നു വരണം. അങ്ങനെ ഒരു ലക്ഷ്യമായാണ് ഗെയിൽ കുട്ടപ്പൻ എന്ന മലയാളികൾക്ക്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ അറിയാവുന്ന ഒരു താരം മത്സരിക്കാനിറങ്ങുന്നത്. കുട്ടപ്പന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, കുട്ടപ്പൻ ജയിക്കട്ടെ. ഈ പറണ്ടോടും മീനാങ്കലും ഒക്കെ പുതിയ പുതിയ ഗ്രൗണ്ടുകൾ ഉയർന്നു വരട്ടെ, കൂടുതൽ പ്രതിഭകളും ഇവിടെ നിന്ന് ഉയർന്നു വരട്ടെ. അരുൺ എമ്മിനൊപ്പം VV അരുൺ, ന്യൂസ് 18.